പുതിയൊരു വീഡിയോയിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്ലസ് ടു സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെരിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഏറ്റവും സിമ്പിളായ രീതിയിലൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലിങ്കേജ്. Linkage is the physical association of two or more genes on a chromosome. Linkage is the physical association of two or more genes on a chromosome. Linkage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രോമസോമിലുള്ള രണ്ടോ അതിലധികമോ വരുന്ന ജീൻസിൻ്റെ ഫിസിക്കൽ അസോസിയേഷനാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ലിങ്ക്ഡ് ജീൻസ് ആൻഡ് അൺലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീൻസും ഉണ്ട്, അൺലിങ്ക്ഡ് ജീൻസും ഉണ്ട്. First one is linked genes. Linked genes are located on the same chromosome and they will tend to be inherited together. Linked genes are located on the same chromosome and they will tend to be inherited together. താഴെ കാണിച്ചിട്ടുള്ള ഡയഗ്രം ഒന്ന് നോക്കുക. അതായത് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത് സെയിം ക്രോമസോമിലായിരിക്കും കാണുന്നത്. ഇവ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെരിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെരിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരുമിച്ചായിരിക്കും ഈ ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ താഴെയുള്ള ഡയഗ്രാം നോക്കാം. ലിങ്ക്ഡ് ജീൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്, ക്രോമസോംസ് ആണ് വരച്ചിട്ടുള്ളത്. അതിൽ റെഡ് കളറിൽ ജീൻ 1, ഗ്രീൻ കളറിൽ ജീൻ 2ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ജീൻ 1ഉം ജീൻ 2ഉം ആദ്യത്തെ കാണിച്ചിട്ടുള്ള ക്രോമസോമിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത ദേ ആർ ഓൺ ദ സെയിം ക്രോമസോം. ദീസ് 2 ജീൻസ് ആർ ഓൺ ദ സെയിം ക്രോമസോം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ക്രോമസോമിൽ തന്നെ കാണുന്ന തൊട്ടടുത്തടുത്തായി കാണുന്ന ജീൻസിനെയാണ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഇൻഹെരിറ്റഡ് ടുഗദർ. ദ നെക്സ്റ്റ് വൺ ഈസ് അൺലിങ്ക്ഡ് ജീൻസ്. Unlinked genes are either located far apart on the same chromosome or on different chromosomes and they inherited independently. നമുക്ക് ഡയഗ്രാം വെച്ചൊന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അൺലിങ്ക്ഡ് ജീൻസ് എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. They are either located far apart on the same chromosome or on different chromosomes and they inherited independently. നമ്മൾ ആദ്യം പറഞ്ഞ ലിങ്ക്ഡ് ജീൻസ് എങ്ങനെയായിരുന്നു? ദേ ആർ ഓൺ ദ സെയിം ക്രോമസോം അല്ലേ? അതായത് ഒരേ ക്രോമസോമിൽ തന്നെ അടുത്തടുത്തായിട്ട് കാണുന്ന ജീൻസിനെയാണ് നമ്മൾ നേരത്തെ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞത്. ലിങ്ക്ഡ് ജീൻസിൻ്റെ പ്രത്യേകത ദേ ഇൻഹെരിറ്റഡ് ടുഗെദർ. അതായത് അടുത്ത തലമുറയിലേക്ക് അത് ഒരുമിച്ചാണ് ആ ഒരു ലിങ്ക്ഡ് ജീൻസ് ഇൻഹെരിറ്റ് ചെയ്യുന്നത്. എന്നാൽ അൺലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലൊക്കേറ്റഡ് ഫാർ എപ്പാർട്ട് ഓൺ ദ സെയിം ക്രോമസോം. അതായത് ഒരേ ക്രോമസോമിൽ തന്നെ ആണെങ്കിലും അത് വളരെ ദൂരെ ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ഓൺ ഡിഫറെൻറ്റ് ക്രോമസോംസ്. വ്യത്യസ്ത ക്രോമസോമുകളിലായിട്ടും അൺലിങ്ക്ഡ് ജീൻസ് കാണാറുണ്ട്. ദേ ഇൻഹെരിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, അപ്പോൾ ഇത് ഒരുമിച്ച് ഇൻഹെരിറ്റ് ചെയ്യില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ലിങ്ക്ഡ് ജീൻസ് ഇൻഹെരിറ്റ് ചെയ്യുന്നത് പോലെ അൺലിങ്ക്ഡ് ജീൻസ് ഒരുമിച്ച് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെരിറ്റ് ചെയ്യില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെരിറ്റ് ചെയ്യുന്നത്. അപ്പോൾ താഴെ കാണിച്ചിട്ടുള്ള ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. ഡയഗ്രത്തിൽ ആദ്യം 2 ക്രോമസോംസ് വരച്ചിട്ടുണ്ട്. അൺലിങ്ക്ഡ് ജീൻസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു ജീൻ ഒരു ക്രോമസോമിൽ, ദെൻ തൊട്ടടുത്തുള്ള മറ്റൊരു ക്രോമസോമിലാണ് മറ്റൊരു ജീന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ജീൻസും ജീൻ 1ഉം ജീൻ 2ഉം അൺലിങ്ക്ഡ് ജീൻസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് തൊട്ടടുത്തുള്ള വ്യത്യസ്ത ക്രോമസോമുകളിലാണ് ജീൻ 1ഉം ജീൻ 2ഉം കാണുന്നത്. ഇനി അൺലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത് മറ്റൊരു കേസിലും കൂടി വരാറുണ്ട്. അതെങ്ങനെയാണെന്ന് ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ക്രോമസോം വരച്ചിട്ടുണ്ട്, നോക്കുക. ദെൻ അതിൽ ഒരു ജീൻ 1 എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ജീൻ 2 കുറച്ച് അകലെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീൻ 1ഉം ജീൻ 2ഉം അൺലിങ്ക്ഡ് ജീൻസാണ്. കാരണം ഒരേ ക്രോമസോമിലാണെങ്കിലും അത് കുറച്ച് ദൂരെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അൺലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ വരാറുണ്ട്. ഒന്നെങ്കിൽ ഡിഫറെൻറ്റ് ക്രോമസോംസിൽ ആയിട്ട് കാണും, അല്ല എന്നുണ്ടെങ്കിൽ ഒരേ ക്രോമസോമിൽ തന്നെ ദൂരെ ആയിട്ട് ഡിഫറെൻറ്റ് ലോക്കൈകളിലായിട്ട് ജീൻസ്
അൺലിങ്ക്ഡ് ജീൻസ് കാണാറുണ്ട്. മോർഗൻ ക്യാരിഡ് ഔട്ട് സെവറൽ ഡൈഹൈബ്രിഡ് ക്രോസസ് ഇൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ടു സ്റ്റഡി സെക്സ് ലിങ്ക്ഡ് ജീൻസ്. അതായത് നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഗ്രിഗർമെൻ്റൽ ഡൈഹൈബ്രിഡ് ക്രോസുകൾ നടത്തിയിരുന്നു അല്ലേ. അതിനായിട്ട് യൂസ് ചെയ്ത സ്പെസിമെൻ ഏതായിരുന്നു? പീ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഗ്രിഗർമെൻ്റൽ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്തത് പീ പ്ലാന്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ മോർഗൻ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്താനായിട്ട് ഉപയോഗിച്ചത് ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആണ്. ഡ്രോസോഫില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈ ആണ്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന ക്രോസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രോസോഫിലയുടെ ഒരു 2 ക്യാരക്ടേഴ്സ് എടുക്കുക, ഐ കളറ് അതുപോലെ വിങ് ഷേപ്പ്. അങ്ങനെ 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ക്രോസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ലിങ്കേജിനെ കുറിച്ച് പഠനങ്ങൾ നടത്താനായിട്ട് മോർഗൻ ധാരാളം എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. അതിൽ മെയിനായിട്ട് ചെയ്തിരുന്നത് ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ യൂസ് ചെയ്തുകൊണ്ട് ധാരാളം ഡൈഹൈബ്രിഡ് ക്രോസുകളായിരുന്നു ചെയ്തിരുന്നത്. ഹി കണ്ടക്ട് ഡൈഹൈബ്രിഡ് ക്രോസസ് ഇൻ ഡ്രോസോഫില ടു സ്റ്റഡി സെക്സ് ലിങ്ക്ഡ് ജീൻസ്. സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ജീൻസ് ആർ ജീൻസ് ദാറ്റ് ആർ ഇൻ ദ സെക്സ് ക്രോമസോംസ് ആൻഡ് ദാറ്റ് ആർ therefore inherited differently between males and females. സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് ക്രോമസോംസിൽ കാണുന്ന ജീൻസാണ് സെക്സ് ലിങ്ക്ഡ് ജീൻസ്. ഇത്തരം ജീൻസിൻ്റെ പ്രത്യേകത, ദേ ഇൻഹെറിറ്റഡ് ഡിഫറെൻ്റ്ലി ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അതായത് മെയിൽസിൽ എങ്ങനെയാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആവണമെന്നില്ല സെക്സ് ലിങ്ക്ഡ് ജീൻസ് ഫീമെയിൽസിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. സെക്സ് ലിങ്ക്ഡ് ജീൻസ് ആർ ജീൻസ് that are in the sex chromosomes and that are therefore inherited differently between males and females. ലിങ്കേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 ഡൈഹൈബ്രിഡ് ക്രോസുകളാണ് മോർഗൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ക്രോസ് 1, ക്രോസ് 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ക്യാരക്ടേഴ്സാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. 2 ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്രോസാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഇവിടെ ഡ്രോസോഫിലയുടെ ഐ കളറും ബോഡി കളറും ഈ 2 ക്യാരക്ടേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ക്രോസ് 1 നോക്കാം. യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ ക്രോസ്ഡ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. അപ്പോൾ ഇവിടെ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ആ റെഡ് കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട് സ്മോൾ വൈ, സ്മോൾ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു. നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ഡൈഹൈബ്രിഡ് ക്രോസിലൊക്കെ റെസസീവിന് സ്മോൾ ലെറ്ററും ഡോമിനൻറ്റിന് ക്യാപിറ്റൽ ലെറ്ററും അതിൻ്റെ തന്നെ ക്യാപിറ്റൽ ലെറ്ററുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ മോർഗൻ യൂസ് ചെയ്തിട്ടുള്ളത് റെസസീവിന് സ്മോൾ ലെറ്ററും ഡോമിനൻറ്റിന് സ്മോൾ ലെറ്റർ തന്നെ എഴുതി അതിൻ്റെ മേലെ ഒരു പ്ലസ് സൈനും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ക്രോസ് 1 ആദ്യം കാണിച്ചിട്ടുള്ള യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലാണ് റെസസീവ് അഥവാ മ്യൂട്ടൻ്റായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം കാണിച്ചിട്ടുള്ള യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലാണ്. ദെൻ താഴെ കൊടുത്തിട്ടുള്ള ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലാണ് ഡോമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ലിങ്കേജിൽ 2 സ്മോൾ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. റെസസീവിനും ഡോമിനൻറ്റിനും സ്മോൾ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. മാറ്റം ഡോമിനൻറ്റിൽ ഒരു പ്ലസ് സൈനും കൂടി എക്സ്ട്രാ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഡോമിനൻറ്റിനെ വൈൽഡ് ടൈപ്പ് എന്നുകൂടി പറയും. ഓക്കെ, വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ കാണുന്ന ടൈപ്പ്, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ടൈപ്പിനെയാണ് വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ അതിനെ സ്മോൾ വൈ, സ്മോൾ ഡബ്ല്യു എന്ന് എഴുതും. അതാണ് ഇവിടെ റെസസീവ് അഥവാ മ്യൂട്ടൻറ്റ് ടൈപ്പായിട്ട് വന്നിട്ടുള്ളത്. ദെൻ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലാണ് ഇവിടെ ഡോമിനൻ്റ് അഥവാ വൈൽഡ് ടൈപ്പായി വന്നിട്ടുള്ളത്. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ടൈപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് 2 നോക്കാം. വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽ. വൈറ്റ് ഐഡ് വെള്ളക്കണ്ണുള്ള മിനിയേച്ചർ വിങ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചിറകുകളുള്ള കുഞ്ഞു ചിറകുള്ള ഫീമെയിലിനെ ആരുമായിട്ട് ക്രോസ് ചെയ്തു? റെഡ് ഐ ഉള്ള അതായത് ചുവന്ന കണ്ണുള്ള ലാർജ് വിങ്ഡ് കുറച്ച് വലിയ ചിറകുള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്തു.
അപ്പോൾ ഇവിടെ റെസസീവായിട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിലാണ് റെസസീവായിട്ട് വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ സ്മോൾ സ്മോൾ എം എന്ന് എഴുതി. ഓക്കെ, ദെൻ താഴെ റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയിലിനെ നമ്മൾ അതാണ് അവിടെ വൈൽഡ് ടൈപ്പായിട്ട് വന്നിട്ടുള്ളത്. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് ടൈപ്പാണ്. അതുകൊണ്ടാണ് അതിലവിടെ ബ്രാക്കറ്റിൽ നമ്മൾ ഒരു പ്ലസ് സൈനും കൂടി അതിന് ആഡ് ചെയ്തത്. ഡോമിനൻ്റ് ടൈപ്പിന് നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലസ് സൈനും കൂടി ആഡ് ചെയ്യും. ഈ ഒരു വീഡിയോ ഈ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കാരണം, അതായത് നമ്മൾ സാധാരണ ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. എന്നാൽ ബോർഡിൽ പല കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പലതും അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയിൽ കാണില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ പല കുട്ടികളും ടഫാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു ഭാഗമാണെങ്കിൽ കൂടി ശരിക്കും ഇത് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്രോസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രോസ് 1, ക്രോസ് 2 നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് കിട്ടുന്നില്ല എങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുക. പേജ് നമ്പർ 84 ഈ ഡയഗ്രാം. അപ്പോൾ ക്രോസ് എ, ക്രോസ് ബി എന്ന് കണ്ടില്ലേ, 2 ക്രോസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്രോസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ക്രോസ് എ നോക്കൂ. പാരൻ്റൽ ക്യാരക്ടേഴ്സിൽ ഇവിടെ ക്രോസ് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെൻറ്ററിലൊരു ഗ്രീൻ കളറിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗത്തുള്ളതാണ് ക്രോസ് എ എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് ക്രോസ് ബിയും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്രോസ് എ നോക്കാം. അതിൽ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ ഇസ് ക്രോസ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. ഓക്കെ, അപ്പോൾ ആദ്യം ഫീമെയിലാണ്. ഫീമെയിൽ XX എന്നാണ് നമുക്കറിയാം. അതുപോലെ മെയിൽ എന്ന് പറഞ്ഞാൽ XY ആണ്. ഓക്കെ, ആ Y ആണ് ഈ ഒരു ഡയഗ്രത്തിൽ ആ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു നേവി ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് Y ആണ്. അപ്പോൾ എക്സിൽ മാത്രമായിരിക്കും ജീൻ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഫീമെയിൽ എന്ന് പറയുമ്പോൾ XX ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിലും ജീൻ പ്രസൻ്റ് ആണ്. എന്തിനുള്ള ജീൻ? ബോഡി കളറിനെയും ഐ കളറിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ജീൻസ് പ്രസൻ്റ് ആണ്. എന്നാൽ മെയിലിൻ്റെ കേസ് നോക്കൂ. മെയിലിൻ്റെ കേസിൽ XY ആണല്ലോ വരിക. അപ്പോൾ എക്സിൽ മാത്രമാണ് ജീൻ കാണുള്ളൂ. Yയിൽ എന്തുണ്ടാവില്ല? ജീൻസ് കാണില്ല. ഓക്കെ, ഇനി അതിനെ ക്രോസ് ചെയ്യുന്നു. ദെൻ ക്രോസ് ചെയ്തു F1 ജനറേഷൻ കിട്ടി. ഈ ഒരു ഡയഗ്രത്തിൽ വൈറ്റ് കളറിൽ റൗണ്ടായിട്ട് കാണാം. ആ ഒരു ഭാഗമാണ് സെൻട്രോമിയേഴ്സ്, അതായത് ക്രോമസോമിൻ്റെ സെൻട്രോമിയേഴ്സ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ ക്രോസ് ചെയ്തു. അതിൽ F1 ജനറേഷൻ, അതായത് ക്രോസ് എയിലെ F1 ജനറേഷൻ കിട്ടി. നമുക്കറിയാം ആദ്യം കഴിഞ്ഞ ഗ്രിഗർ മെൻ്റൽ ചെയ്ത ഡൈഹൈബ്രിഡ് ക്രോസിൽ F1 ജനറേഷൻ 3:1 റേഷ്യോയിലാണ് കിട്ടിയിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മോർഗനും അതുപോലെ തന്നെ 3:1 റേഷ്യോയിലാണ് F1 ജനറേഷൻ കിട്ടിയത്. എന്നാൽ F2 ജനറേഷൻ വന്നപ്പോൾ ഇവിടെ ചേഞ്ച് വന്നു. F2 ജനറേഷൻ ഗ്രിഗർ മെൻ്റലിന് എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? 9:3:3:1 എന്നായിരുന്നു. എന്നാൽ മോർഗൻ ഇവിടെ കിട്ടിയത് പാരൻ്റൽ ടൈപ്പ് 98.7%, റീകോമ്പിനൻ്റ് ടൈപ്പ് 1.3%. അതായത് നമ്മുടെ ഗ്രിഗർ മെൻ്റലിന് 9:3:3:1 എന്നുള്ള റേഷ്യോ ആയിരുന്നു F2 ജനറേഷനിൽ കിട്ടിയിരുന്നത്. അതിൽ നിന്നും വളരെയേറെ ഡീവിയേറ്റ് ചെയ്തിട്ടാണ് മോർഗന് F2 ജനറേഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി 98.7% പാരൻ്റൽ ടൈപ്പാണ് കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻസ് ആയിരിക്കും അതിൽ വരിക നോക്കാം. 98.7% പാരൻ്റൽ ടൈപ്പാണ് വന്നിട്ടുള്ളത് F2 ജനറേഷനിൽ അല്ലേ. F2 ജനറേഷനിൽ 98.7% പാരൻ്റൽ ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ, ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിൽ, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ. ഇത്രയും പാരൻ്റൽ ടൈപ്പാണ് F2 ജനറേഷനിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു 100 ഫ്ലൈസ് ഉണ്ടെങ്കിൽ അതിൽ 99 ഫ്ലൈസും വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ കോമ്പിനേഷൻസിലായിരുന്നു. ഓക്കെ, ദെൻ 1.3% റീകോമ്പിനൻ്റ് ടൈപ്പായിട്ടും വന്നിട്ടുണ്ട്. ആകെ ഒരു ഫ്ലൈ എങ്ങാനും അതിൽ റീകോമ്പിനൻ്റ് ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാവാം റീകോമ്പിനൻ്റ് ടൈപ്പ്? ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ വന്നാൽ റീകോമ്പിനൻ്റ് ടൈപ്പ് ആയിരിക്കും. അതുപോലെ
യെല്ലോ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ വന്നാലും റീകോമ്പിനൻറ്റ് ടൈപ്പ് ആയിരിക്കും. ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ, യെല്ലോ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിൽ. ഇത്ര കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് റീകോമ്പിനൻറ്റ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് റിവൈൻഡ് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് കേൾക്കുക. ഓക്കെ, അപ്പോൾ ക്രോസ് എയിൽ വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയാം. F1 ജനറേഷനിൽ നമ്മുടെ ഗ്രിഗർ മെൻ്റൽ ചെയ്ത പോലെ തന്നെയാണ് വന്നത്. അതായത് 3:1 റേഷ്യോ തന്നെയാണ് F1 ജനറേഷന് ഇവിടെ മോർഗനും ലഭിച്ചത്. എന്നാൽ F2 ജനറേഷനിൽ ഗ്രിഗർ മെൻ്റലിന് ലഭിച്ച 9:3:3:1 എന്നുള്ള റേഷ്യോ കിട്ടിയില്ല. ഓക്കെ, അതായത് മോർഗൻ ഇവിടെ ലഭിച്ചിട്ടുള്ളത് 98.7% പാരൻ്റൽ ടൈപ്പ് ആയിരുന്നു. ദെൻ 1.3% റീകോമ്പിനൻറ്റ് ടൈപ്പ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് ബി, അതായത് രണ്ടാമത്തെ ക്രോസ് നോക്കാം. ഇതിൽ 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബോഡി കളറും അതുപോലെ തന്നെ വിങ്ങിൻ്റെ ഷേപ്പുമാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്, അല്ലേ? മിനിയേച്ചർ വിങ്ങും അതുപോലെ തന്നെ ലാർജ് വിങ്ങും. മിനിയേച്ചർ വിങ് എന്ന് പറഞ്ഞാൽ ചെറിയ വിങ്ങാണ്, കുഞ്ഞു ചിറകുകളാണ്. അതുപോലെ ലാർജ് വിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സൈസുള്ള വിങ്സ് ആണ്. ഓക്കെ, ഈ 2 ക്യാരക്ടേഴ്സാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ക്രോസ് ചെയ്തു. F2 ജനറേഷനിൽ വന്നപ്പോൾ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? 62.8% പാരൻ്റൽ ടൈപ്പ് കിട്ടി. റീകോമ്പിനൻറ്റ് ടൈപ്പ് എത്ര കിട്ടി? 37.2% കിട്ടി. ഇത് ഗ്രിഗർ മെൻ്റൽ ചെയ്ത അതേ റേഷ്യോയുടെ ഏകദേശം ആ ഒരു റേഷ്യോയുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, നമ്മളിതിന് മുന്നേ ക്രോസ് 1 എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? അതിൽ പാരൻ്റൽ ടൈപ്പ് വന്നത് 98.7%, റീകോമ്പിനൻറ്റ് ടൈപ്പ് വന്നത് 1.3%. എന്നാൽ ഇവിടെ ക്രോസ് ബിയിൽ പാരൻ്റൽ ടൈപ്പ് വന്നത് 62.8%, റീകോമ്പിനൻറ്റ് ടൈപ്പ് വന്നത് 37.2%. ഓക്കെ, അപ്പോൾ ഏകദേശം അത് നമ്മുടെ ഗ്രിഗർ മെൻ്റൽ ആദ്യം നടത്തിയിരുന്ന ഡൈഹൈബ്രിഡ് ക്രോസിൽ F2 ജനറേഷനിൽ കിട്ടിയ അതുപോലെ തന്നെ ഈ ഒരു ക്രോസ് ബിയിൽ നമുക്ക് മോർഗൻ ചെയ്തപ്പോൾ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ പാരൻ്റൽ ടൈപ്പ് 62.8% വന്നു നമ്മൾ പറഞ്ഞില്ലേ? ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയിൽ, വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് മെയിൽ, റെഡ് ഐഡ് ലാർജ് വിങ്ഡ് ഫീമെയിൽ, വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് മെയിൽ. ഇത്രയും പാരൻ്റൽ ടൈപ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ക്രോസ് ബിയിൽ. ഓക്കെ, ഇനി ക്രോസ് ബിയിൽ F2 ജനറേഷനിൽ വന്നിട്ടുള്ള റീകോമ്പിനൻറ്റ് ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീകോമ്പിനൻറ്റ് ടൈപ്പായിട്ട് വന്നിട്ടുള്ളത് റെഡ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് മെയിൽ, വൈറ്റ് ഐഡ് ലാർജ് വിങ്ഡ് മെയിൽ, റെഡ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽ, വൈറ്റ് ഐഡ് ലാർജ് വിങ്ഡ് മെയിൽ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്കിലേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി കേൾക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു രണ്ടാമത്തെ ക്രോസ് ചെയ്തപ്പോൾ മോർഗന് ലഭിച്ചത്. അപ്പോൾ ക്രോസ് 1 നമ്മുടെ ഗ്രിഗർ മെൻ്റൽ ചെയ്തതിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ലഭിച്ചത്. എന്നാൽ ക്രോസ് ബിയിൽ ഗ്രിഗർ മെൻ്റൽ ചെയ്ത അതേ ക്രോസിനോട് ഏകദേശം അടുത്ത് വന്ന ആ ഒരു റിസൾട്ടാണ് നമുക്ക് ക്രോസ് ബിയിൽ നിന്നും മോർഗന് ലഭിച്ചത്. മേജർ ഫൈൻഡിങ്സ് ഓഫ് മോർഗൻസ് എക്സ്പെരിമെൻറ്റ് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ്, ഇൻ ദ ക്രോസ് എ ഹി ഒബ്സർവ്ഡ് ദാറ്റ് ദ 2 genes did not segregate independently of each other and the F2 ratio deviated very significantly from 9:3:3:1. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ക്രോസ് എയിൽ F2 ജനറേഷൻ ഒരുപാട് ഡീവിയേറ്റ് ചെയ്താണ് വന്നത്. ഗ്രിഗർ മെൻ്റൽ ചെയ്തതിൽ നിന്നും ആ ഒരു ഗ്രിഗർ മെൻ്റലിൻ്റെ 9:3:3:1 എന്ന റേഷ്യോയിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് F2 ജനറേഷൻ ക്രോസ് എയിൽ ലഭിച്ചത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ ജീൻസ് ഫോർ വൈറ്റ് ആൻഡ് യെല്ലോ were very tightly linked and show 98.7% parental type and only 1.3% shows recombinations. Then third point, the genes for white and miniature wing were loosely linked, showed 62.8% parental type and 37.2% shows recombination. Then next point, fourth point, if the genes are closely arranged in a chromosome, linkage is high and shows low recombination. അതായത് ജീൻസ് തൊട്ടടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്കേജ് നല്ല ഹൈ ആയിരിക്കും.
ഓക്കെ, എന്നാൽ റീകോമ്പിനേഷൻ എങ്ങനെയാണ് വരിക? ലോ ആയിരിക്കും. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഇഫ് ദ ജീൻസ് ആർ ഡിസ്റ്റൻ്റ്ലി അറേഞ്ച്ഡ് ഇൻ എ ക്രോമസോം ലിങ്കേജ് ഈസ് ലോ ആൻഡ് റീകോമ്പിനേഷൻ ഈസ് ഹൈ. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക. അതായത് ജീൻസ് കുറച്ച് ദൂരെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഒരു ക്രോമസോമിൽ ജീൻസ് ദൂരെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ലിങ്കേജ് കുറവായിരിക്കും, എന്നാൽ റീകോമ്പിനേഷൻ ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്, ലിങ്കേജ് കുറയുന്ന സമയത്ത് റീകോമ്പിനേഷൻ ഹൈ ആയിരിക്കും, ലിങ്കേജ് ഹൈ ആവുന്ന സമയത്ത് റീകോമ്പിനേഷൻ ലോ ആയിരിക്കും. അപ്പോൾ ആ പോയിൻ്റ് ഓർത്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് പോയിൻ്റ് ഒരിക്കൽ കൂടി പറയാം. ഇഫ് ദ ജീൻസ് ആർ ക്ലോസ്ലി അറേഞ്ച്ഡ് ഇൻ എ ക്രോമസോം ലിങ്കേജ് ഈസ് ഹൈ ആൻഡ് ഷോസ് ലോ റീകോമ്പിനേഷൻ. ഫിഫ്ത്ത് പോയിൻ്റ്, ഇഫ് ദ ജീൻസ് ആർ ഡിസ്റ്റൻ്റ്ലി അറേഞ്ച്ഡ് ഇൻ എ ക്രോമസോം ലിങ്കേജ് ഈസ് ലോ ആൻഡ് റീകോമ്പിനേഷൻ ഈസ് ഹൈ. അപ്പോൾ ഈ പോയിൻറ്റ്സ് പല രീതിയിലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ക്ലോസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ, ജീൻസ് ക്ലോസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ ലിങ്കേജ് എങ്ങനെയായിരിക്കും വരിക, റീകോമ്പിനേഷൻ എങ്ങനെയായിരിക്കും വരിക എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ലിങ്കേജ് ഹൈ ആവുമ്പോൾ റീകോമ്പിനേഷൻ എന്താണ് സംഭവിക്കുക എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. നമുക്കറിയാം ലിങ്കേജ് കൂടുതലായി കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ എന്ത് വരും? ലോ ആയിരിക്കും. ഓക്കെ, ലിങ്കേജ് ലോ ആവുമ്പോൾ റീകോമ്പിനേഷൻ ഹൈ ആയിരിക്കും. Then, in Morgan's experiment, linkage happened because the genes were located on the same X chromosomes. Thus, when two genes in a dihybrid cross were situated on the same chromosomes, the proportion of the parental gene combinations was much higher than the non-parental type due to linkage. ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ദി കോ എക്സിസ്റ്റൻസ് ഓഫ് 2 or more ജീൻസ് ഇൻ ദ സെയിം ക്രോമസോംസ് ആൻഡ് സച്ച് ജീൻസ് ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീൻസും നമ്മൾ ആ ഒരു ചെറിയ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the term recombination is used to describe the generation of non-parental combinations. അവിടെ non-parental combinations ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ജനറേഷൻ ഓഫ് non-parental combinations. അതായത് പാരൻസിൽ കാണാത്ത പുതിയ കോമ്പിനേഷൻസ് ആണ് ഇവിടെ റീകോമ്പിനേഷൻ വഴി ഫോം ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.